ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ടാൻജൻസ് അഥവാ തൊടുവരകളിലെ 9ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഒരു സർക്കിൾ, ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും പുറത്തേക്ക് ഒരകലം തരും. ആ അകലത്തിലുള്ള ഒരു പോയിന്റ് എടുത്തിട്ട് അതിൽ നിന്ന് 2 ടാൻജൻസ് അഥവാ തൊടുവരകൾ വരയ്ക്കണം. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് തന്നിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കിൾ വരയ്ക്കണം, പക്ഷെ 2 ലൈൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് പുറത്തെ പോയിന്റ് ആക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കണം. ഒന്നിൽ കൂടുതലോ സർക്കിൾസ് വരയ്ക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ സർക്കിൾ ഇതിൻ്റെ ഉള്ളിൽ ടച്ച് ചെയ്ത് ടാൻജൻ്റ് ആയിട്ട് ഈ 2 സ്ട്രെയിറ്റ് ലൈൻ വരുന്ന രീതിയിലാണ് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത്. നമുക്കറിയാവുന്ന പ്രോപ്പർട്ടി എന്താണ്? സർക്കിളിൻ്റെ റേഡിയസും ഈ ടാൻജൻറ്റും പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്നുള്ളത് നമുക്കറിയാം. അപ്പം അത് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ എവിടെ വേണമെങ്കിലും ഒരു പോയിന്റ് എടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ആ പോയിന്റിന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. കണ്ടല്ലോ? അതേപോലെ ഇവിടെയും നമുക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ആ പെർപെൻഡിക്കുലേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് സെന്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചാൽ അത് കറക്റ്റ് ഈ 2 വരകളെ ടച്ച് ചെയ്യും. ഇനി ഇവിടെ തന്നെ സർക്കിൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മാറ്റി ഒരു പോയിന്റ് എടുക്കാം. ആ ഒരു പോയിന്റിൽ നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാം. അതേപോലെ ഇങ്ങോട്ടും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പം അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് സെന്റർ ആക്കിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതും ഈ ലൈൻസിനെ ടച്ച് ചെയ്ത് പോകും. ഇനി ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും വരയ്ക്കാൻ പറ്റും, അല്ലേ? എത്ര സർക്കിൾ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ സർക്കിളിന്റെ സെന്റർ ആയിട്ടാണ് വരുന്നത്. ഈ മീറ്റിംഗ് പോയിന്റ് സെന്റർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ഈ ആംഗിളിന്റെ ബൈസെക്ടർ, ആംഗിളിന്റെ മിഡ് പോയിന്റ് ആംഗിളിന്റെ ബൈസെക്ടറിൽ കിടക്കും. അപ്പം ഇതാണ് ആംഗിൾ ബൈസെക്ടർ എങ്കിൽ ഈ ആംഗിൾ ബൈസെക്ടറിലായിരിക്കും എത്ര സർക്കിൾ വേണേലും വരയ്ക്കാം അതിൻ്റെ സെൻറ്ററുകൾ കിടക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ആംഗിൾ ബൈസെക്ടറിൽ കിടക്കും. ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഈ ആംഗിൾ ബൈസെക്ടറിൽ കിടക്കും. അങ്ങനെ എത്ര സർക്കിൾ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ അകത്ത് ഒരു സർക്കിൾ വരയ്ക്കണം. ആ സർക്കിളിലെ 3 പോയിന്റ്സിന്റെ ടാൻജൻസ് ആയിട്ട് ഈ ട്രയാങ്കിളിന്റെ വശങ്ങൾ വരികയും ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യത്തെ ആംഗിളിന്റെ ബൈസെക്ടർ വരയ്ക്കുന്നു, ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നു. രണ്ടാമത്തെ ആംഗിളിന്റെയും ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നു. ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സെന്റർ. ആ സെന്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ട് അത് റേഡിയസ് ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ സർക്കിള് ഈ ട്രയാങ്കിളിന്റെ ഓരോ വശത്തെയും ടച്ച് ചെയ്ത് പോകുന്നതായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കൺസ്ട്രക്ഷൻ വരുന്നതാണ്, 5 മാർക്കിന് ചോദിക്കുന്നതാണ്. ഇങ്ങനെ വരയ്ക്കുന്ന സർക്കിളിന് പറയുന്ന പേരാണ് ഇൻ സർക്കിൾ. അപ്പൊ ഇൻ സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആംഗിൾ ബൈസെക്ടേഴ്സ് ആണ് വരയ്ക്കുന്നത്. എത്ര ആംഗിൾസിന്റെ? 2 ആംഗിൾസിന്റെ ആംഗിൾ 3 വരയ്ക്കാം, 2 വരച്ചാൽ മതി, നമുക്ക് സെന്റർ കിട്ടും. ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സെന്റർ. അതിന് പറയുന്ന പേരാണ് ഇൻ സെന്റർ. അപ്പൊ ഇതാണ് ഇൻ സർക്കിൾ. ഇനി സർക്കം സർക്കിൾ നമ്മൾ നേരത്തെ പഠിച്ചതാ, ഓർക്കുന്നുണ്ടോ? സർക്കം സർക്കിളിന്റെ പടം എങ്ങനെ ഇരിക്കും? ഇതാണ് സർക്കം സർക്കിൾ. സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിനകത്താണ് ട്രയാങ്കിൾ. ഇൻ സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ പുറത്താണ് ട്രയാങ്കിൾ. ഓരോന്നും ട്രയാങ്കിളിന്റെ ഓരോ സൈഡ്സും ടാൻജൻസ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഇതെങ്ങനെയാണ് സർക്കം സർക്കിൾ വരയ്ക്കുന്നത്? എങ്ങനെയാണ്? ഏതെങ്കിലും 2 സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുന്നത്. ഇങ്ങനെ പകുതി കൂടുതൽ എടുത്ത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് വരയ്ക്കുന്നത്. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് സെന്റർ ആക്കിക്കൊണ്ട് എന്നിട്ട് ഏതെങ്കിലും ഒരു വെർട്ടെക്സിലോട്ട്, ഒരു മൂലയിലോട്ടുള്ള അകലം എടുത്ത് കോമ്പസ് കൊണ്ട് വരച്ചാൽ മതി. ഇതിന്റെ സെന്റർ എന്ന് പറയുന്ന പേര് സർക്കം സെന്റർ.
റേഡിയസിന് സർക്കം റേഡിയസ് എന്നും പറയാം. ഈ ഇൻസർക്കിളിന് അന്തർവൃത്തം എന്ന് പറയുന്നത്. ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, അകത്താണ് വൃത്തം. ഇൻ അന്തർവൃത്തം. ഇതെന്ന് പറഞ്ഞാൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ പരിവൃത്തം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. നമ്മൾ ഈ വർഷം പഠിക്കുന്ന ഇൻസർക്കിളാണ്. ഇൻസർക്കിളിന് എന്ന് പറഞ്ഞാൽ സർക്കിൾ അകത്താണ്. അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആംഗിൾ ബൈസെക്ടേഴ്സ് ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഏതെങ്കിലും 2 ആംഗിളിന്റെ ബൈസെക്ടേഴ്സ് വരച്ച് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എടുത്താൽ മതി. അതാണ് അതിന്റെ സെന്റർ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ അഥവാ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ 2 ആംഗിൾ ബൈസെക്ടേഴ്സ് വരച്ചപ്പോൾ തന്നെ ഒരു ട്രയാങ്കിൾ കിട്ടി, ഈ ബ്ലാക്ക് കളർ ട്രയാങ്കിൾ. ഇനി അടുത്തത് നമ്മൾ അടുത്ത വെർട്ടെക്സിലേക്കും കൂടെ ഇതാക്കണ്ടോ. അപ്പൊ 3 ട്രയാങ്കിൾസ് നമുക്ക് കിട്ടിയില്ലേ. ഈ ഓരോ ട്രയാങ്കിളിന്റെയും ഏരിയ കാണാൻ നമുക്കറിയാം. ഏരിയ അഥവാ പരപ്പളവ് എങ്ങനെയാ കാണുന്നത്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണല്ലോ. ഹാഫ് പാദം ഗുണം ലംബം. ഞാൻ ഓരോ വശത്തിന്റെയും നീളം ഇതിനെ എ എന്ന് കൊടുക്കുന്നു, ഇതിന്റെ സൈഡ് ലെങ്ത് ബി എന്നും ഇതിന്റെ സൈഡ് ലെങ്ത് സി എന്നും കൊടുക്കുന്നു. ഇനി ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് അല്ലേ? അത് ഏത് ട്രയാങ്കിളിനും അത് തന്നെയല്ലേ വരുന്നത്. ഇത് റേഡിയസ് 6 ആണല്ലോ. ഇവിടെ നോക്കുമ്പോൾ ഇതിന് ലംബമാണ്, ഇവിടെ 90 ഡിഗ്രി ആണ്. ഇവിടെയാണെങ്കിലും അത് ലംബമായിട്ടാണ് വരുന്നത് അല്ലെ. അപ്പോൾ ഹൈറ്റ് എല്ലായിടത്തും 6 തന്നെയല്ലേ. അപ്പൊ നമുക്ക് ഇത് ഒരു ത്രികോണത്തിന്റെ, നമുക്ക് ഈ വലിയ ത്രികോണത്തിന്റെ ഏരിയയാണ് വേണ്ടത്. അതിനെ എ എന്നെടുക്കാം, ഈക്വൽ ടു ഒന്നാമത്തെ ത്രികോണത്തിന്റെ ഏരിയ. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് എ ആണ് ഹൈറ്റ് എന്ന് പറയുന്ന R, പ്ലസ് രണ്ടാമത്തെ ത്രികോണത്തിന്റെ ഹാഫ് ഇൻറ്റു ബേസ് ബി ഹൈറ്റ് R, പ്ലസ് മൂന്നാമത്തെ ത്രികോണം ഹാഫ് ബേസ് സി റേഡിയസ് R. അപ്പൊ ഇവിടെ ഹാഫ് കോമൺ ആണ്. പിന്നെ എ പ്ലസ് ബി പ്ലസ് സി ഒന്നിച്ച് ബ്രാക്കറ്റിൽ ഇടാം. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, പിന്നെ 6 പുറത്തിടാം അല്ലെ. 6ഉം കോമൺ അല്ല. ഈ എ പ്ലസ് ബി പ്ലസ് സി എന്താ? ഈ ത്രികോണത്തിന്റെ, ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവാണ്. അപ്പൊ ഹാഫ് ഇൻറ്റു പെരിമീറ്റർ പി ഇൻറ്റു 6 എന്ന് എഴുതാമല്ലോ. ഇനി പെരിമീറ്ററിന്റെ പകുതിയെ നമുക്ക് എസ് എന്ന് എടുക്കാം. ഓർക്കുന്നുണ്ടോ? പഠിച്ചതാണ് നമ്മൾ. ഏരിയ കാണാൻ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഏരിയ കാണാനുള്ള സമവാക്യം ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ തന്നാൽ, 3 സൈഡുകളുടെ ലെങ്ത് തന്നാൽ ഏരിയ കാണാനുള്ള സമവാക്യം നമ്മൾ പഠിച്ചതാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എസ് ആണ്. അപ്പൊ പെരിമീറ്ററിന്റെ പകുതിയാണ് എസ് എന്ന് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ റേഡിയസ് കാണണമെങ്കിൽ എന്ത് ചെയ്യും? റേഡിയസ് കാണാനായിട്ട് ഏരിയയെ എസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ ഒരു സമവാക്യം ഓർത്തിരിക്കുക. റേഡിയസ് കാണാൻ ചോദിക്കും. ഇനി ഏരിയ കാണാനായിട്ടുള്ള ആ സമവാക്യം എന്താ? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇവിടെ എസ് എന്ന് പറയുന്നത് എയും ബിയും സിയും കൂടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി, പെരിമീറ്ററിന്റെ പകുതി. അപ്പൊ ഇവിടെ 3 സംഗതികളുണ്ട്: റേഡിയസും ആരവും പരപ്പളവും ചുറ്റളവിന്റെ പകുതി. ഇതില് ആരം കാണാനായിരിക്കും കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഏരിയ കണ്ടിട്ട് അതിനെ ചുറ്റളവിന്റെ പകുതി കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായോ? ഇത് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഇനി നമുക്ക് ഈ ഇൻസർക്കിൾ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതായത് പേജ് നമ്പർ 187 ഒന്നാമത്തെ ചോദ്യം നമുക്ക് ചെയ്യാം. പേജ് നമ്പർ 187 ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഡ്രോ ദ ട്രയാങ്കിൾ വിത്ത് സൈഡ് 7 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 9 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ. അപ്പൊ ആദ്യം നമുക്ക് ത്രികോണം വരയ്ക്കണം. ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ നീളം തന്നിട്ടുണ്ട്: 7 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും 9 സെന്റിമീറ്ററും. എന്നിട്ട് അതിന്റെ അന്തർവൃത്തം വരയ്ക്കണം. അപ്പൊ ത്രികോണം വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഏതെങ്കിലും ഒരു മെഷർ എടുക്കാം. 7ഓ 8ഓ 9ഓ ഏത് വേണേലും എടുക്കാം. ഞാൻ ഇവിടെ 7 സെന്റിമീറ്റർ വരച്ചു. 8 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് 8 സെന്റിമീറ്റർ വരയ്ക്കാം. ഇനി 9 സെന്റിമീറ്ററും കൂടെ വേണം. കോമ്പസിൽ 9 സെന്റിമീറ്റർ എടുക്കുക.
മറ്റേ അറ്റത്തുനിന്ന് വരയ്ക്കുക. ജോയിൻ ചെയ്യുമ്പോൾ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആക്കിയല്ലോ. ഓരോ സൈഡിൻ്റെ മെഷേഴ്സ് എഴുതുക. ഇനി നമുക്ക് ഏതെങ്കിലും രണ്ട് ആംഗിളിൻ്റെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണം. ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നത് നമ്മൾ പഠിച്ചതാണ്. അതായത് ഏതെങ്കിലും ഒരു ആംഗിളിൽ വെച്ചിട്ട് നമുക്ക് ഒരു ആർക്ക് വരയ്ക്കണം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് രണ്ട് ആർക്ക് വരച്ച് ബൈസെക്ട് ചെയ്യണം. അതായത് എവിടെയാണോ മീറ്റ് ചെയ്ത് ആ പോയിന്റിൽ കോമ്പസിൻ്റെ മെറ്റൽ ടിപ്പ് വെച്ചിട്ട് ഒരാർക്ക് വരയ്ക്കുക. എന്നിട്ട് ആ അളവ് മാറ്റാതെ രണ്ടാമത്തെ മീറ്റിംഗ് പോയിന്റിൽ നിന്ന് ആർക്ക് വരയ്ക്കുക. ഇത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നാമത്തെ ആംഗിളിൻ്റെ ആംഗിൾ ബൈസെക്ടർ കിട്ടും. ആംഗിൾ ബൈസെക്ടർ വരച്ചു. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ആംഗിളിൻ്റെയും ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണം. അപ്പോൾ ഇഷ്ടമുള്ള അളവിൽ ആദ്യം ആർക്ക് വരയ്ക്കുക. എന്നിട്ട് കോമ്പസിൻ്റെ അളവ് മാറ്റാം. ജോയിൻ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ആംഗിളിൻ്റെ ആംഗിൾ ബൈസെക്ടർ നമുക്ക് കിട്ടും. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്ത പോയിന്റാണ് നമ്മുടെ സെൻറ്റർ. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം. സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് പെർപെൻഡിക്കുലർ വരയ്ക്കുക. എന്നിട്ട് അതാണിപ്പോൾ വരച്ചതാണ് റേഡിയസ്. ആ റേഡിയസിൻ്റെ അളവ് കോമ്പസിൽ എടുത്തിട്ട് സർക്കിൾ വരയ്ക്കുമ്പം ഇൻ സർക്കിൾ നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ?